ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ നമ്പർ 3-ലെ അടുത്ത ക്വസ്റ്റ്യനായ ക്വസ്റ്റ്യൻ നമ്പർ 6 ഡെവലപ്മെൻറ്റ് ഓഫ് സർഫസസ് അതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: എ പെൻഡഗണൽ പ്രിസം, സൈഡ് ഓഫ് ബേസ് 25 mm, altitude 50 mm, rest on its base on HP such that an edge of base parallel to VP and nearer to the observer. It is cut by a plane inclined at 45 degree to HP, perpendicular to VP and passing through the center of the axis. Draw the development of the surface of the truncated prism. Development of surfaces, അതിൻ്റെ കൺസെപ്റ്റ്, അതിലെ പ്രോബ്ലംസ് ഒക്കെ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തതാണ്, പ്ലേലിസ്റ്റ് കാണുക. ഡെവലപ്മെൻറ്റ് ഓഫ് സർഫസസ് പ്രോബ്ലം ചെയ്യുമ്പോഴുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്, ഐഡൻറ്റിഫൈ ദ സോളിഡ്. ഇവിടെ സോളിഡ് പ്രോബ്ലം തന്നിരിക്കുന്നു, പെൻഡഗണൽ പ്രിസം. അപ്പോൾ പ്രിസത്തിൻ്റെ ഡെവലപ്മെൻറ്റ് അറിഞ്ഞിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റൂ. അപ്പോൾ ആദ്യം ചെക്ക് ചെയ്യുക. പ്രിസം റെസ്റ്റ് ചെയ്തിരിക്കുന്നത് ബേസിലാണ്, അതാണ് നമ്മുടെ സിലബസിലുള്ളത്. അപ്പോൾ ആ ടൈപ്പ് പ്രോബ്ലംസ് മാത്രമേ ചോദിക്കൂ. റെസ്റ്റിംഗ് ഓൺ പെൻഡഗണൽ ബേസിൽ പല രീതിയിൽ റെസ്റ്റ് ചെയ്യാം. എഡ്ജ് പാരലായിട്ട് റെസ്റ്റ് ചെയ്യാം, എഡ്ജ് ഇൻക്ലൈൻഡ് ആയിട്ട്, എഡ്ജ് പെർപെൻഡിക്കുലറായിട്ട്. നമ്മളിവിടെ വരയ്ക്കേണ്ടത് ഏതാണെന്ന് പ്രോബ്ലം നോക്കി ഐഡൻറ്റിഫൈ ചെയ്യണം. ഇവിടെ തന്നിരിക്കുന്നു സച്ച് ദാറ്റ് എൻ എഡ്ജ് ഓഫ് ബേസ് പാരലൽ ടു വി പി. ഒരു എഡ്ജ് വി പിക്ക് പാരലാണ്. അപ്പോൾ എഡ്ജ് വി പിക്ക് പാരലാണ്. അപ്പോൾ ഒരു റെക്റ്റാങ്കുലർ ഫേസ് വി പിക്ക് പാരലാണ്, രണ്ടും സെയിം ആണ്. അപ്പോൾ ഇത് എഡ്ജ് വി പിക്ക് പാരലാണ്. ഇങ്ങനെ രണ്ട് പൊസിഷൻസ് പോസിബിളാണ്. ഒന്ന്, ആ എഡ്ജ് നിയറർ ടു വി പി ആയിട്ടും ആ എഡ്ജ് നിയറർ ടു ഒബ്സർവർ അല്ലെങ്കിൽ എവേ ഫ്രം വി പി ആയിട്ടും. അതൊന്നും പ്രത്യേകിച്ച് തന്നില്ലെങ്കിൽ ഇതിൽ ഏത് വേണമെങ്കിലും എടുക്കാം. ബട്ട് ഇവിടെ എൻ എഡ്ജ് ഓഫ് ബേസ് പാരലൽ ടു വി പി ആൻഡ് നിയറർ ടു ഒബ്സർവർ എന്ന് തന്നു. അപ്പോൾ ഒബ്സർവർക്ക് അടുത്താണ്, ഒബ്സർവർ ഇവിടെ വരും. അപ്പോൾ ഒബ്സർവർക്ക് അടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് എഡ്ജ് എടുക്കേണ്ടത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ടോപ്പ് വ്യൂ വരിക. ഇതാണ് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ സിമ്പിൾ പൊസിഷൻ തെറ്റിക്കഴിഞ്ഞാൽ ആൻസർ തെറ്റാണ്. അതുകൊണ്ട് സിമ്പിൾ പൊസിഷൻ തെറ്റിക്കരുത്. അത് പ്രോബ്ലത്തിൽ ക്ലിയറായി തന്നിട്ടുണ്ട്. അപ്പോൾ പ്രോബ്ലം ഒന്ന് സമയമെടുത്ത് വായിച്ച് ഈ പൊസിഷൻ മനസ്സിലാക്കി വെക്കുക. അടുത്ത് തന്നിരിക്കുന്നത് ഇറ്റ് ഈസ് കട്ട് ബൈ എ പ്ലെയിൻ ഇൻക്ലൈൻഡ് അറ്റ് 45 degree to HP ആൻഡ് പെർപെൻഡിക്കുലർ ടു VP ആൻഡ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ ഓഫ് ദ ബേസ്. അപ്പോൾ സെക്ഷൻ ചെയ്ത സോളിഡിൻ്റെ, അതായത് സെക്ഷൻ ചെയ്ത ഒരു പെൻഡഗണൽ പ്രിസത്തിൻ്റെ ഡെവലപ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സെക്ഷൻ ഓഫ് സോളിഡ്സും അറിഞ്ഞിരിക്കണം. ഈ സെക്ഷൻ ഓഫ് സോളിഡ്സിൻ്റെയും പ്ലേലിസ്റ്റ് ഉണ്ട്, വീഡിയോ കാണുക. അപ്പോൾ ഇവിടെ ഇൻക്ലൈൻ ടു HP ആണ്. ഇപ്പോൾ HP ക്ക് ഇൻക്ലൈൻഡ് വി പിക്ക് പെർപെൻഡിക്കുലർ. അപ്പോൾ ഇതാണ് പ്ലെയിൻ. ഈ പ്ലെയിൻ ഫ്രണ്ട് വ്യൂവിലാണ് നമുക്ക് സെക്ഷൻ ലൈൻ കാണുക. അപ്പോൾ അതുകൊണ്ട് സെക്ഷൻ ലൈൻ ഫ്രണ്ട് വ്യൂവിലാണ്. ഇനി അത് പാസ് ചെയ്യുന്ന പോയിന്റ് തരണം, അത് പ്രോബ്ലത്തിൽ ക്ലിയർ ആയി തന്നിട്ടുണ്ട്. സെൻറ്റർ ഓഫ് ദ ആക്സിസ്, അപ്പോൾ ആക്സിസിൻ്റെ ഹൈറ്റ് 50 mm ആണ്. അപ്പോൾ 25 mm ഫ്രം ബേസ്, അതിലൂടെ 45 ഡിഗ്രിയിൽ സെക്ഷൻ ലൈൻ വരയ്ക്കുക. ഇതാണ് സോളിഡ്. ഇങ്ങനെ കട്ട് ചെയ്ത സോളിഡിൻ്റെ ട്രങ്കേറ്റഡ് പ്രിസം, അതായത് ടോപ്പ് പോർഷൻ റിമൂവ് ചെയ്ത് ബോട്ടം പോർഷൻ, അതിൻ്റെ ലാറ്ററൽ സർഫസിൻ്റെ ഡെവലപ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് വരയ്ക്കേണ്ടത്. ഡെവലപ്മെൻറ്റ് ഓഫ് സർഫസസ് അല്ലെങ്കിൽ സെക്ഷൻ ഓഫ് സോളിഡ്സ്, ഇതിലൊക്കെ ഫസ്റ്റ് സ്റ്റെപ്പ് ഈ തന്നിരിക്കുന്ന പൊസിഷനിലുള്ള സോളിഡിൻ്റെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരയ്ക്കലാണ്. അതായത് ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂവും വരയ്ക്കലാണ്. ബേസിലാണ് റെസ്റ്റ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ടോപ്പ് വ്യൂവിലാണ് ബേസ് പെൻഡഗൺ കാണുക, ഫ്രണ്ട് വ്യൂവിലാണ് റെക്റ്റാങ്കിൾ കാണുക എന്നറിയാം. അപ്പോൾ ഈ പെൻഡഗൺ XY ലൈൻ താഴെ വരയ്ക്കണം. റെസ്റ്റ് ഓൺ ഇറ്റ്സ് ബേസ് ഓൺ HP സച്ച് ദാറ്റ് എൻ എഡ്ജ് ഓഫ് ബേസ് പാരലൽ ടു VP ആൻഡ് നിയർ ടു ഒബ്സർവർ. XY ലൈന് പാരലായിട്ട് 25 mm സൈഡിൽ ലൈൻ വരച്ചിട്ട് 108 ഡിഗ്രി ആംഗിൾ എടുത്തിട്ടോ അല്ലെങ്കിൽ പെൻഡഗൺ കൺസ്ട്രക്ട് ചെയ്യുന്ന ഏതെങ്കിലും മെത്തേഡ് യൂസ് ചെയ്തിട്ടോ റെഗുലർ പെൻഡഗൺ വരയ്ക്കുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അടുത്ത സ്റ്റെപ്പ് അതിൻ്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കുക. ഈ ടോപ്പ് വ്യൂവിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്ത് ഫ്രണ്ട് വ്യൂ റെക്റ്റാങ്കിൾ വരയ്ക്കുക. തിൻ റെഫറൻസ് ലൈൻ വരയ്ക്കുക. $108 ഡിഗ്രി മാർക്ക് ചെയ്യുക.
ഞാൻ ബോട്ടം ബേസിനും ടോപ്പ് ബേസിനും ABCD തന്നെയാണ് കൊടുക്കുന്നത്. വേണമെങ്കിൽ സെപ്പറേറ്റ് നെയിം കൊടുക്കാം. ടോപ്പ് വ്യൂ കംപ്ലീറ്റ് ആയി. ഇനി ഇതിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്ത് ഫ്രണ്ട് വ്യൂ വരയ്ക്കുക. പ്രൊജക്റ്റ് ചെയ്യുക. ഇവിടെ A' XY ലൈനിൽ കിട്ടും. അതേപോലെ A' ഈ ഹൈറ്റിൽ കിട്ടും. ഈ ഹൈറ്റ് 50 mm എന്നാണ് പ്രോബ്ലം തന്നിരിക്കുന്നത്. ഈ കിട്ടിയിരിക്കുന്ന പോയിന്റ് A', ടോപ്പിലത്തെ പോയിന്റും A' തന്നെ എടുക്കുന്നു. വേറെ പോയിന്റ് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഈ പോയിന്റ് ഈ ബിഹൈൻഡ് ആയതുകൊണ്ട് BBE ലൈൻ ഫ്രണ്ട് വ്യൂവിൽ കാണില്ല. അതുകൊണ്ട് ഡാഷ് ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുന്നു. ആ ലൈൻ തന്നെയാണ് ആക്സസും വരുന്നത്. ബട്ട് പ്രയോറിറ്റി ലൈൻ ആയതുകൊണ്ട് ആ ലൈൻ ഡാഷ് ലൈൻ മാത്രം ഇവിടെ കാണിക്കുന്നു. ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റ് ആയി. നെയിം ചെയ്യണം. അടുത്ത സ്റ്റെപ്പ് ഈ സെക്ഷൻ പ്ലെയിൻ ലൊക്കേറ്റ് ചെയ്യണം. ഇവിടെ തന്നിരിക്കുന്നത് സെക്ഷൻ പ്ലെയിൻ ഇൻക്ലൈൻ ടു HP എന്നാണ്. ഇൻക്ലൈൻ ടു HP ആൻഡ് പെർപെൻഡിക്കുലർ ടു VP ബൈസെക്റ്റിംഗ് ദ ആക്സിസ്. ദാറ്റ് മീൻസ് ഈ സെക്ഷൻ പ്ലെയിൻ ലൈനായിട്ട് നമുക്ക് കാണാൻ പറ്റുക ഫ്രണ്ട് വ്യൂവിലാണ്. അപ്പോൾ സെക്ഷൻ ലൈനാണ് അടുത്ത് വരയ്ക്കേണ്ടത്. ഈ സെക്ഷൻ ലൈൻ വരച്ചിട്ട് ഈ സെക്ഷണൽ ഫ്രണ്ട് വ്യൂ പോയിൻറ്റ്സ് ലൊക്കേറ്റ് ചെയ്യുക. 25 mm എബോവ് ആക്സിസിലൂടെ ആക്സിസിനെ ബൈസെക്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നതുകൊണ്ട് ആ പോയിന്റ് ലൊക്കേറ്റ് ചെയ്യുന്നു. അതിലൂടെ ഹൊറിസോണ്ടൽ തിൻ ലൈൻ വരയ്ക്കുന്നു. ഈ ലൈനിന് 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് സെക്ഷൻ ലൈൻ ലൊക്കേറ്റ് ചെയ്യുക. അത് 45 ഡിഗ്രി ഇവിടെ എടുക്കാം, ഇവിടെ എടുക്കാം. ഞാൻ ഇവിടെയാണ് എടുക്കുന്നത്. സെക്ഷൻ ലൈൻ ചെയിൻ തിൻ സിംഗിൾ ഡാഷ് ടിക്കറ്റ് ബോത്ത് എൻഡ്. ലൊക്കേറ്റിംഗ് സെക്ഷൻ പ്ലെയിൻ ആസ് പെർ ഗിവൺ കണ്ടീഷൻ 3 മാർക്ക്. അതായത് ഈ സെക്ഷൻ ലൈൻ വരയ്ക്കുന്നതിന് 3 മാർക്സ് ആണ്. 4 + 3 7 മാർക്സ് കിട്ടും. ഇനി ഈ സെക്ഷൻ പോയിൻറ്റ്സ് കാണണം. സെക്ഷൻ പോയിൻറ്റ്സ് കാണാൻ വേണ്ടിയിട്ട് ഈ സെക്ഷൻ ലൈൻ ഏതൊക്കെ ലൈനിനെ കട്ട് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഏതൊക്കെ കർവിനെ കട്ട് ചെയ്യുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. ഇവിടെ കട്ട് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് ലൈൻ A' ലൈനാണ്. അതായത് ഈ ലൈനെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അത് 0.1 ആണ്. അതുകൊണ്ട് അതിന് 1' എന്ന് കൊടുക്കുന്നു. അടുത്തത് കട്ട് ചെയ്തിരിക്കുന്നത് ഇതിനെയാണ് B'. അത് പോയിന്റ് നമ്പർ 2. അടുത്ത കട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് CCനെയാണ്. ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്, ബട്ട് ഇത് ഡാഷ് ലൈനാണ്. നമുക്ക് പിന്നീട് നെയിം ചെയ്യാം. ഇതിന് 3' കൊടുക്കുന്നു. അടുത്ത കട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെയുള്ള ഈ DD ആണ്. അപ്പോൾ ഇത് 4'. ഇനി ലാസ്റ്റ് പോയിന്റ് 5'. ഇങ്ങനെ 5 പോയിൻറ്റ്സ് സെക്ഷണൽ പോയിൻറ്റ്സ് കിട്ടും. ഇനി ഇവിടെ സെക്ഷണൽ ടോപ്പ് വ്യൂ ട്രൂ ഷേപ്പ് ചോദിച്ചിട്ടില്ല. സെക്ഷണൽ ടോപ്പ് വ്യൂ ചോദിച്ചു കഴിഞ്ഞാൽ ഈ 1 2 3 4 ഈ ABCD തന്നെ കിട്ടും. ഹാച്ച് ചെയ്താൽ മതി. അത് ചോദിക്കാത്തത് കൊണ്ട് നമ്മളത് ചെയ്യുന്നില്ല. ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കൂടെ ചെയ്യണം. മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ അതിലൊരു മാർക്ക് ഉണ്ടാവും. സെക്ഷൻ ഓഫ് സോളിഡ്സ് കംപ്ലീറ്റ് ആയി. ഇനി അടുത്തത് ഡെവലപ്മെൻറ്റ് ചെയ്യണം. ഇതൊരു പെൻറ്റഗണൽ പ്രിസത്തിൻ്റെ ലാറ്ററൽ സർഫസിൻ്റെ ഡെവലപ്മെൻ്റ് ആണ്. പെൻറ്റഗണൽ പ്രിസത്തിനെ ഈ PA ലൈനിനെ പോട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ അൺഫോൾഡ് ചെയ്ത് സ്ട്രെച്ച് ചെയ്ത് ഒരു പ്ലെയിനിൽ കൊണ്ടുവെക്കുന്നതാണ് ഡെവലപ്മെൻറ്റ് ഓഫ് പെൻറ്റഗണൽ പ്രിസം. ഓക്കെ. അപ്പോൾ ഈ സൈഡിൻ്റെ ലെങ്ത് 25 ആണ്. ഇത് 25, ഇത് 25, ഇത് 25, ഇത് 25. ദാറ്റ് മീൻസ് 25 × 5 ആണ് സ്ട്രെച്ച് ഔട്ട് ലെങ്ത്. ഈ ഹൈറ്റ് ഈക്വൽ ടു പ്രോബ്ലം തന്നിട്ടുണ്ട് 50. അതാണ് അടുത്ത സ്റ്റെപ്പ്. അത് നമുക്ക് ഇവിടെ വരയ്ക്കാം സ്പേസ് ഉണ്ടെങ്കിൽ. ഇനി സ്പേസ് ഇല്ലെങ്കിൽ അത് അടുത്ത പേജിലോ അല്ലെങ്കിൽ താഴെയോ വരയ്ക്കാം. ഓക്കെ. എനിക്കിവിടെ സ്പേസ് ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു ഡിസ്റ്റൻസ്, ഇനി കൺവീനിയൻറ്റ് ഡിസ്റ്റൻസ് ആണ് എടുത്തിട്ട് ഡെവലപ്മെൻറ്റ് വരയ്ക്കുകയാണ്. ഇത് 25 × 5 ആൻഡ് ഹൈറ്റ് 50. തിൻ ലൈൻ യൂസ് ചെയ്തിട്ടാണ് ഈ ലൈൻ വരയ്ക്കേണ്ടത്. കാരണം റീറ്റെയിൻ ചെയ്ത പോർഷൻസ് സെക്ഷൻ പോയിൻറ്റ്സ് ട്രാൻസ്ഫർ ചെയ്ത് മാത്രമേ മനസ്സിലാവൂ. അത് മാത്രമാണ് തിക്ക് ലൈൻ യൂസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഈ പാറ്റേൺ വരയ്ക്കുമ്പോൾ തിൻ ലൈൻ യൂസ് ചെയ്യാം. ഈ ലെങ്ത് 25 × 5 which is equal to 125.
ഇനി ഈ ഫോൾഡിങ് ലൈൻസ് വരയ്ക്കണം. ഫോൾഡിങ് ലൈൻസിൻ്റെ ലെങ്ത്ത് 25 mm ആണ് വരുന്നത്. വൺ സൈഡിൻ്റെ ലെങ്ത്ത് 25 mm കോമ്പസ് എടുത്ത് കട്ട് ചെയ്യുക. നെയിം ചെയ്യുക. ABCDE ആൻറ്റി ക്ലോക്ക് വൈസിലാണ് നെയിം ചെയ്തിരിക്കുന്നത്. A ഒക്കെ അബൌട്ട് കട്ട് ചെയ്ത് ക്ലോക്ക് വൈസിൽ അൺഫോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ABCDE ആൻഡ് A ഈ രീതിയിലായിരിക്കും പോയിൻറ്റ്സ് കിട്ടുക. ടോപ്പിൽ ഞാൻ PQRS പകരം ABCD തന്നെയാണ് എടുത്തിരിക്കുന്നത്. അത് നെയിം ചെയ്യുക. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മാക്സിമം ഡെവലപ്മെൻറ്റിൽ സ്മോളസ്റ്റ് എഡ്ജ് അല്ലെങ്കിൽ സ്മോളസ്റ്റ് ജനറേറ്റർ വരുന്നിടത്ത് നിന്ന് ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഇവിടെ ലോവസ്റ്റ് വരുന്നത് ഇവിടെയാണ്, അതുകൊണ്ടാണ് A വെച്ച് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ആൻസർ സ്കീം എന്ന് നോക്കാം. ഡെവലപ്മെൻറ്റ് ഓഫ് ദ പ്രിസം 5 മാർക്സ്. അതായത് സെക്ഷൻ ഇല്ലാത്ത ഈ കംപ്ലീറ്റ് പ്രിസത്തിൻ്റെ ഡെവലപ്മെൻറ്റ്, അതായത് 125 × 50 ഈ റെക്റ്റാങ്കിൾ വരച്ച് ഫോൾഡിങ് ലൈൻസ് വരയ്ക്കുന്നതിന് 5 മാർക്സ് ആണ്. ഓക്കെ, അപ്പോൾ 5 + 3 8 + 4 12 മാർക്സ് ഇപ്പോൾ തന്നെ കിട്ടിക്കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പ്, ഈ കിട്ടിയിരിക്കുന്ന സെക്ഷൻ പോയിൻറ്റ്സിനെ ഈ ഡെവലപ്മെൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇവിടെ തന്നെ വരച്ചത് കൊണ്ട് നേരെ ഹൊറിസോണ്ടൽ ലൈൻസ് വരച്ചാൽ മതി. ഇനി വേറെ എവിടെയെങ്കിലും ആണ് വരച്ചതെങ്കിൽ ഈ A'1' ഡിസ്റ്റൻസ് അത് മുകളിൽ നിന്ന് അല്ലെങ്കിൽ താഴെ നിന്ന് ഏതെങ്കിലും ഒരു ഡയറക്ഷൻ എടുത്തിട്ട് AAയിൽ 1' ഏതിലെ പോയിൻ്റാണ് AAയിലെ പോയിൻ്റാണ്, അതുകൊണ്ട് അത് AAയിൽ മാർക്ക് ചെയ്യുന്നു. 2' ഏതിലെ പോയിൻ്റാണ് BBയിലാണ്, അതുകൊണ്ട് അത് 2ൽ മാർക്ക് ചെയ്യുന്നു. ഇങ്ങനെ പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുക. അതാണ് അടുത്ത സ്റ്റെപ്പ്. 1' A''Aയിലെ പോയിൻ്റാണ്. അപ്പോൾ AAയിലാണ് 1 ഉണ്ടാവുക. അപ്പോൾ 2 AA ഉണ്ട് ഇവിടെയും ഇവിടെയും. അപ്പോൾ ഇവിടത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. തിൻ ലൈൻ യൂസ് ചെയ്യുക. ഈ കിട്ടിയിരിക്കുന്ന പോയിൻറ്റ്സ് ആണ് 1, ഇവിടെ കിട്ടിയിരിക്കുന്നതും 1. ഇനി ഇതേപോലെ 2' 3' 4' 5' വരയ്ക്കുക. 2' B''B'യിലെ പോയിൻ്റാണ്, അതുകൊണ്ട് BBയിൽ വരെ പ്രൊജക്റ്റ് ചെയ്താൽ മതി. അടുത്തത് 5' 3' ഉണ്ട്. അപ്പോൾ 3' ആദ്യം ചെയ്യുക. അപ്പോൾ അടുത്ത ലൈനിൽ കിട്ടും Cയിൽ. 5' ആക്ച്വലി E', അത് Eയിൽ ചെയ്യണം. നമുക്ക് ആ ഒരു ഓർഡറിൽ പോവാം. ഓർഡറിൽ പോകുമ്പോൾ ആദ്യം 3' ചെയ്യുക. അങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. അങ്ങനെ ചെയ്യുന്നത് നമുക്ക് മിസ്റ്റേക്സ് ഒഴിവാക്കുക. അല്ലെങ്കിൽ 5' കൊണ്ടുപോയിട്ട് ഈ Cയിൽ കൊണ്ടുപോയി മാർക്ക് ചെയ്യുക, അപ്പോൾ തെറ്റിപ്പോവും. നെയിം ചെയ്യണം. നെയിം ചെയ്താൽ തെറ്റില്ല. 5' E' ലൈനാണ്, അപ്പോൾ അതിനെ Eയിലേക്ക് പ്രൊജക്റ്റ് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ 3 ആണ് ചെയ്യുന്നത്. ആദ്യം 3' C''ലാണ്, അതുകൊണ്ട് 3 Cയിലായിരിക്കും. 4' പ്രൊജക്റ്റ് ചെയ്യണം. 4' D''ലാണ്, അതുകൊണ്ട് 4 DDയിലായിരിക്കും. അതാണ് പോയിൻ്റ് 4. ഇനി ലാസ്റ്റ് പോയിൻ്റ് 5 E''ലാണ്, അതുകൊണ്ട് 5 EEയിലായിരിക്കും. 5 പോയിൻറ്റ്സും കിട്ടി. ഇനി 5 പോയിൻറ്റ്സും സ്ട്രെയിറ്റ് ലൈൻ യൂസ് ചെയ്ത് ജോയിൻ ചെയ്യണം. ലോവർ പോർഷൻ ആണ് റീറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ റീറ്റെയിൻ ചെയ്ത പോർഷൻ തിക്ക് ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുക. അതുകൊണ്ട് 1 2 3 4 5 1 ABCDEA തിക്ക് ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കാൻ പറ്റും. പ്രിസം പിരമിഡ് ആണ് വരുന്നതെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ യൂസ് ചെയ്ത് ജോയിൻ ചെയ്യുക. സിലിണ്ടർ ആൻഡ് കോൺ ആണെങ്കിൽ സ്മൂത്ത് കർവ് യൂസ് ചെയ്ത് പോയിൻറ്റ്സിനെ ജോയിൻ ചെയ്യും. ആൻസർ കംപ്ലീറ്റ് ആയി. ഇനി ആൻസർ കീ നോക്കണം. അതേപോലെ ഡയമെൻഷനിങ്ങും ബാക്കിയുണ്ട്.
ഫസ്റ്റ് ഡയമെൻഷൻ ചെയ്യാം. കിട്ടിയിരിക്കുന്ന ഇതാണ്. നമ്മൾ വരച്ചിരിക്കുന്നതും സെയിം ആണെന്ന് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ബാക്കി സ്കീം നോക്കാം. ഡെവലപ്മെൻറ്റ് ഓഫ് പ്രിസം 5 മാർക്സ് നേരത്തെ കണ്ടു. ഡെവലപ്മെൻറ്റ് ഓഫ് ദ ബോട്ടം പോർഷൻ, അതായത് ഈ ബോട്ടം പോർഷത്തിൻ്റെ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ട്രങ്കേറ്റഡ് പ്രിസിൻ്റെ ഡെവലപ്മെൻറ്റ് വരയ്ക്കുന്നതിന് 6 മാർക്സ്. ഡയമെൻഷനിങ് ആൻഡ് നീറ്റ്നെസ് 2 മാർക്സ്. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.